ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും അമ്മയും അച്ഛനെയും എല്ലാം ധിക്കരിച്ചുകൊണ്ട് അവരുടെ വാക്കിന് പുല്ല് വില കൊടുത്തുകൊണ്ട് മൈഥിലീനെ അകത്തേക്ക് കയറ്റിയിരിക്കുവാണ് കാർത്തിക്. മാത്രമല്ല കാർത്തിക് പറയുവാണ്, ഇവളെ എൻ്റെ കൂടെ കുറെ കാലം അന്തി ഉറങ്ങിയ പെണ്ണാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുമാണെന്ന് പറഞ്ഞാണ് അകത്തേക്ക് കയറ്റിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം എന്താണ് ഇവളെയും കൊണ്ടുവരുന്നത് കണ്ടിട്ട് നമ്മൾ സാവിത്രി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇവിടെ ഒന്നും ഇവളെ എന്ത് ചെയ്യേണ്ട, കൊണ്ടുവരണ്ട, നീ എങ്ങോട്ടെങ്കിലും ഇവളെ പറഞ്ഞു വിട്ടേരെ, അത് ഞാൻ എവിടെ കൊണ്ടുവിടുമെന്ന് കാർത്തിക് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും സാവിത്രിക്ക് ദേഷ്യം വന്നു. സാവിത്രി പറഞ്ഞു, ഓഹോ സഹതാപ തരംഗം, അത് കയ്യൊക്കെ ഒന്ന് അടിച്ചിട്ടാ പറയുന്നത്, ഓഹോ സഹതാപ തരംഗം, ദുഃഖിതരുള്ള മനസ്സരിവ്, ഓ സിമ്പതി കാണിച്ച് ഇവളെ പോലുള്ളവളെ ഈ തറവാട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല കാർത്തിക്, നീ ഇവിടെ നിന്ന് ഇവളെ ഇറക്കി വിട്ടേ ഒക്കത്തോളെന്ന് പറയും. എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട്, നിങ്ങൾ പാവം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നൊരു ഡയലോഗും കൂടെ അടിക്കുന്നുണ്ട്. ഇവളെവിടെ കേട്ടാൽ ഞാൻ സമ്മതിക്കത്തില്ല, മര്യാദയ്ക്ക് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറയുവാണ്. അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട്, മോനെ കാർത്തിക്, ഇവളെ ഇവിടെ കയറ്റരുത്, നീ ഇവിടെ നിന്ന് ഇവിടെ കയറ്റാൻ സമ്മതിക്കത്തില്ല, ഇവിടെ ഞാൻ താമസിപ്പിക്കത്തില്ല, ഇറക്കി വിടാൻ പറയുന്നുണ്ട്. മുത്തശ്ശി, അവൾ ഇവിടെ തന്നെ താമസിപ്പിക്കും, ഞാൻ ഇവിടെ താമസിക്കാനാണ് അവളെ കൊണ്ടുവന്നത്, അല്ലാതെ ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ല. അവരൊക്കെ ഞെട്ടിത്തിരിച്ചു നിൽക്കും, എന്തുവാണ് ഇവൻ ഈ പിന്നെ പറയുന്നത് എന്നുള്ള വലിയൊരു സങ്കടത്തിൽ. അതേ മുത്തശ്ശി, ഇവിടെ തന്നെ അവൾ താമസിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്താണ്, ഈ സാവിത്രിക്ക് ദേഷ്യം വന്ന്, സാവിത്രി ഞാൻ ഇന്ന് ഇവിടെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കാർത്തികിന്റെ പോക്കറ്റിൽ നിന്ന് എന്താ പറയുക പിസ്റ്റൾ എടുക്കാൻ വേണ്ടി, ഇന്ന് ഇവിടെ ഞാൻ വെടിവെച്ച് കൊല്ലു എന്ന് പറഞ്ഞു. അതിനു വേണ്ടി അമ്മയും മോനും തമ്മിൽ ഒരു അംഗമാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പിടിയുമായി. അപ്പോഴത്തേനും എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ വേണ്ട, ചെയ്യല്ലേ മോളെ എന്ന് പറഞ്ഞ് സാവിത്രിയുടെ അമ്മ പറയുന്നുണ്ട്, വേണ്ട മോളെ വേണ്ട, കടുങ്കയൊന്നും ചെയ്യല്ലേ. അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവളെ ഒന്ന് ഞാനും ചാവും, അല്ലെങ്കിൽ ഞാൻ ഇവളെ കൊന്ന് ജയിലിൽ പോകുമെന്ന് പറഞ്ഞ് വീണ്ടും എന്താണ് കാർത്തികുമായിട്ട് പിടിയും വലിയുമായി. പക്ഷെ സാവിത്രിക്ക് പിസ്റ്റൾ കിട്ടിയില്ല. കാർത്തിക് അമ്മയെ തള്ളി എന്താണ് മാറ്റിക്കളഞ്ഞു. ഈ സമയം എന്താണെന്നറിയോ, നമ്മുടെ നന്ദിനി പറയുന്നു, മോനെ ഇത് ശരിയായില്ല, ഇതിന് വലിയ വില നീ കൊടുക്കേണ്ടി വരും, നീ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അപ്പോഴും പറയും, അങ്ങനല്ല, കാരണം ഇവളെ ഞാൻ എവിടെ പറഞ്ഞു വിടും, ഇവളെ പറഞ്ഞു വിട്ടാൽ ഇവളെ പുറത്ത് ആരെങ്കിലും തല്ലിക്കൊന്നാലോ, അല്ലെങ്കിൽ ഇവളെ ആത്മഹത്യ ചെയ്താൽ അതെല്ലാം എൻ്റെ തലയിൽ തന്നെ വരുമെന്ന് പറയുന്നു. അതെങ്ങനെ വരും എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഇവള് നേരത്തെ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവളെ പിന്നാലെയാണ്, ഇവളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഇതിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നന്ദിനിക്ക് ദേഷ്യം വരും, അതിന് ഇവിടെ അല്ല കൊണ്ടുവരണത്, നീ എന്ത് ചെയ്യണമായിരുന്നു, കാരണങ്ങളെല്ലാം പറഞ്ഞ് മോനെ ഇവളെ കമ്മീഷണർ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കണമായിരുന്നു, അല്ലാതെ അവളെ ഇങ്ങോട്ടല്ല മോനെ കൊണ്ടുവരേണ്ടത്, മോൻ ചെയ്തത് വളരെ തെറ്റാണ്, മോൻ ഇവിടെ മീനാക്ഷി എന്ന ഭാര്യയുണ്ട്, പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇതെല്ലാം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മുടെ നന്ദിനി പറയുവാണ്. അപ്പോഴത്തേനും എന്താണ് മുത്തശ്ശി പറയുവാണ്, ഇത് തീർച്ചയായിട്ടും എന്താണ്, ഇത് തനിയാവർത്തനമാണ്, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ തനിയാവർത്തനം എന്ന് പറയാൻ കാരണം നന്ദിനിക്ക് ഉണ്ടായ അനുഭവമാണ് എടുത്ത് പറയുന്നത്. അപ്പോഴത്തേനും ആണെങ്കിൽ മുത്തശ്ശൻ ദേഷ്യം വന്നു. മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ എന്തൊരു നാണക്കേടാണിത്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നാണോ നീ കാണിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണോ നമ്മൾ എന്ന് പറയാം. അതിന് ഞാനിവളെ കൂടെ കൊണ്ടുവന്നത് എൻ്റെ കൂടെ ഭാര്യയായിട്ട് എന്താണ് താമസിപ്പിക്കാനൊന്നും അല്ല മുത്തശ്ശ, പിന്നെ അതിന് എനിക്കിവിടെ ഭാര്യയായിട്ട് എൻ്റെ മീനാക്ഷിയുണ്ട്, എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ, ഇതിപ്പോൾ ഒരു സഹതാപം കൊണ്ട് എന്താണ് അവളെ എങ്ങോട്ട് പറഞ്ഞു വിടും, അവൾക്ക് പോവാൻ വേറെ ഒരു ഇടവുമില്ല, അവൾ കുറച്ചു കാലം ഇവിടെ ഉണ്ടായിരിക്കും, അത് കഴിഞ്ഞ് അവൾ പൊക്കോളും എന്ന് കാർത്തിക് പറയുന്നുണ്ട്. നന്ദിനി അപ്പോഴും പറയാണ്, മോനെ കാർത്തിക്, ഇത് വലിയ കുഴപ്പമായിരിക്കും മോനെ, ഇത് വലിയ കുഴപ്പത്തിന്റെ തുടക്കമാണ് മോനെ, കാർത്തിക് നീ വലിയ അപകടത്തിലാണ് മോനെ ചെന്ന് ചാടുന്നത്. മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ വേണ്ട മോനെ, അവളെ പറഞ്ഞു വിട്ടേക്കും, ഒരു രക്ഷയില്ല. അപ്പോഴത്തേനും എന്താണ് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ എന്തൊരു നാണക്കേടാണ് മോനെ ഇത്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണോ ഇത്, നീ എന്തേ ഇങ്ങനെ, നീ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമസ്ഥനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ ഭാര്യയാക്കാനൊന്നുമല്ല, അതെനിക്കിവിടെ മീനാക്ഷി ഉണ്ട് എൻ്റെ ഭാര്യയായിട്ട്, എനിക്ക് അവള് മതി, എനിക്ക് അവളെ മറക്കാൻ പറ്റത്തുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നന്ദിനി പറയുവാണ്, കാർത്തിക് മോനെ ഇത് വലിയ 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 കുഴപ്പങ്ങൾ ചെന്ന് ചാടിക്കും, അതിന്റെ തുടക്കമാണിത്, കാർത്തിക് നീ വലിയ വലിയ കുഴപ്പത്തിലോട്ടും അവന്റെ അപകടത്തിലോട്ടും പൊക്കോണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശി പറയും, ഇത് തനിയാവർത്തനമാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും.
ഇതെല്ലാം കേട്ട് പാവം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ ഇവൾ നിന്റെ ഹൃദയത്തിലിട്ട് നിന്നെ തൊഴിച്ച് സമൂഹത്തിന് മുമ്പിൽ നിന്നെ നാണവും മാനവും കെടുത്തി ഇവൾ ഇറങ്ങിപ്പോയപ്പോൾ നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നിന്നെ രക്ഷിക്കാൻ ഞാൻ മീനാക്ഷി കൊച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്ക് ഇവൾ ഇറങ്ങിപ്പോയപ്പോൾ നിനക്ക് മാനസികമായി നിനക്ക് ഇതുകൂടെ ഉണ്ടായി. അപ്പൊ നീ മാനസികമായി തകർന്നപ്പോൾ നിന്നെ രക്ഷിച്ച് നിന്റെ ഒപ്പം നിന്ന് നിനക്ക് കരുത്ത് പകർന്നു തന്നവളാണ് നമ്മുടെ മീനാക്ഷി. അപ്പം അവളോട് ഇത് നീ ചെയ്യുന്നത് ശരിയാണോ? അവളെ നീ മാനസികമായി തകർന്നിട്ട് അവളെ നീ എന്തെല്ലാം അടിയും വഴക്കും ചീത്തയെല്ലാം നീ പറഞ്ഞു. എന്നിട്ടും അവൾ എന്താണ്, നിന്നെ വെറുത്തില്ല, നിന്റെ കുഞ്ഞിനെയും വെറുത്തില്ല, അവൾ എന്തുമാത്രമാണ് നിന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നന്ദിനി പറയുകയാണ്, മോനെ ഇവളെ ഇവിടെ കയറ്റി താമസിച്ചാൽ വരാൻ പോകുന്ന ആപത്തുകൾ ചെറുതൊന്നുമല്ല എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട്, നന്ദിനി പറഞ്ഞതാണ് അതിന്റെ ഏറ്റവും വലിയ ശരി, അത് അങ്ങനെ തന്നെ എന്താവത്തുള്ളൂ, സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവളെ എത്രയും പെട്ടെന്ന് അങ്ങ് പറഞ്ഞു വിടും മോനെ, അതാണ് നമ്മുടെ അന്തസ്സിനും നമ്മുടെ കുടുംബത്തിനും തറവാട്ടിനും നല്ലതെന്ന് പറയും. അപ്പോഴത്തേനും എന്താണ് ഇവള് പറയുന്നുണ്ട്, ഇങ്ങനെ കൈകൂപ്പിയിട്ട്, ഞാൻ മരിക്കാൻ തന്നെ ഇരുന്നതാണ്, ഞാൻ എങ്ങോട്ടെങ്കിലും പോവാമെന്ന് 100 വട്ടം കാർത്തികിനോട് അപേക്ഷിച്ചതാ, അതും പക്ഷെ അമ്മയെ കാർത്തിക് സമ്മതിച്ചില്ല, എന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്നു പറഞ്ഞു. സാവിത്രിക്ക് ദേഷ്യം വന്നു. സാവിത്രി ആരടി എന്ന് പറഞ്ഞുകൊണ്ട് നീ കാരണക്കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കുവാണ്. എന്ത് പറഞ്ഞു, കാർത്തിക് നിന്റെ മടിയിലിട്ടാനോടി അവന് ഞാൻ കാർത്തികിന് എന്താണ് പേരിട്ടത്, ആരാടി നിന്റെ കാർത്തിക്, ഞാൻ ഉണ്ടല്ലോ, നിന്നെ ഇവിടുന്ന് ഞാൻ ചവിട്ടി പുറത്താക്കുന്നില്ലെങ്കിൽ പുറത്താക്കണ്ടെങ്കിൽ നീ തന്നെത്താൻ എന്താണ് ഇവിടുന്ന് ഇറങ്ങി പൊക്കോണം. അവളൊരു ഫെമിനിസം വന്നിരിക്കുന്നു. സ്ത്രീകൾക്ക് ഫെമിനിസം ഒക്കെ എന്താണ് നല്ലതാണ്, പക്ഷെ അതെല്ലാം എന്തായിരിക്കണം, പെണ്ണിന് അടക്കവും ഒതുക്കവും എല്ലാം വേണം, സ്വഭാവ ശുദ്ധിയും എന്താണ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ കുലം പിടിക്കാൻ ഇങ്ങനെ ഒരു പെണ്ണ് മതി, ഇറങ്ങടി നാണം കെട്ടവനെ എന്ന് പറഞ്ഞ് സാവിത്രി അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ്. സാവിത്രിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനും എന്താണ് നമ്മുടെ മീനാക്ഷി പറയുവാണ്, ACP പറഞ്ഞത് ശരിയാ, ഇവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ, ACPയുടെ കുഞ്ഞിനെ പ്രസവിച്ചല്ലേ, അവൻ ACPയുടെ കുഞ്ഞിന്റെ അമ്മയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇന്ന് മീനാക്ഷി ഇങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേന് സാവിത്രി ഇങ്ങോട്ട് ചാടിക്കൊണ്ട് പറഞ്ഞു, മിണ്ടരുത് നീ, എടി നീ മിണ്ടരുത്, എടി നിന്നെ തറയ്ക്കാനുള്ള മരക്കുരിശ് നീ തന്നെ പണിവാണോ എടി, എടി മിണ്ടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും നന്ദിനി പറയുന്നുണ്ട്, സാവിത്രി പറയുന്നതാണ് ശരി, സാവിത്രി പറയുന്നത് മോള് കേൾക്കണം, ഈ കാര്യത്തിൽ എന്ത് ചെയ്യരുത്, സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് നന്ദിനി എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, മീനാക്ഷി നിനക്കറിയത്തില്ല, ചിലന്തി വല കെട്ടുന്നത് ഇരയെ കൊടുക്കാനാണ്, ചതി പറ്റുമെന്നും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ, ഇത് ചതി വരും, നീ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിന് സമ്മതിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ACP അവളെയും കൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് മൈഥിലിനെയാണ് കാണിക്കുന്നത്. രാത്രിയായി, മൈഥിലിന്റെ മുറിയിൽ എന്താണ്, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒരു കട്ടിലെ കിടപ്പുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് അവൾ ചിന്തിക്കുക, ഓ കാർത്തിക് എന്ത് നല്ലവനാണ്, ഇവിടെ എല്ലാവരും എതിർത്തിട്ട് പോലും എന്നെ ഇവിടെ കാർത്തിക് കേറ്റിയില്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പോഴത്തേനും കൊച്ചു കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഓ എൻ്റെ കുഞ്ഞ് കരയുന്നു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് മാറോടെ ചേർക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ എന്താണ് ഡയലോഗ് അടിച്ചുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ഹാളിൽ താഴെ കാണിക്കുന്നത് മുത്തശ്ശനും സാവിത്രിയും എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടി ഇരിക്കുമ്പം പിന്നെ ചർച്ചയിലാണ്. അപ്പൊ എന്താണ് സാവിത്രി പറയുവാണ്, എന്തോ ഒരു നാണംകേടാണിത്, നാണംകേട് സഹിക്കാൻ വയ്യ എനിക്ക് എന്ന് സാവിത്രി പറയുന്നത്. സാവിത്രി പറഞ്ഞു, ഓ ഞാൻ വല്ല കാശിക്കെങ്ങാനും പോകാൻ പോവാ, എനിക്ക് നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ വയ്യ, ഇവൻ കാണിച്ച ഇതിന് വേണ്ടി ഞാൻ വല്ല കാശിക്കും പോയി കളയും, എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും മുത്തശ്ശി പറയുവാണ്, ജഗദീഷ് ഉണ്ടായിരുന്നെങ്കിൽ ഇവളിവിടെ കേറ്റാൻ എന്താണ് സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് സാവിത്രി പറയും, ഓ അവൻ അമ്മാവനല്ലേ ഇവന്റെ, അവൻ പറയും അതിന് മോൻ പറയുന്നത് എന്താണ് കേൾക്കുമ്പോഴത്തേന് സാരമില്ലെന്ന് പറയത്തുള്ളൂ അമ്മ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ എന്തെങ്കിലും മാർഗം ഇതിൻ്റെ അകത്ത് കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറയുന്നു, സാരമില്ല എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ഈ കാര്യത്തിൽ എന്താണ് മിണ്ടരുതെന്ന്,
എടി കരഞ്ഞ് കണ്ണീർ കടലിൽ നീന്തി തുടിക്കുന്ന ഭാഗ്യദേവതയൊന്നും വലിയ ത്യാഗദേവതയൊന്നും നീ ആവേണ്ട എന്നിട്ടൊന്നും അതിനൊന്നും ഒരു കാര്യവുമില്ലടി. എടി പെണ്ണായിട്ട് നല്ല ഇതോട് കൂട്ടിയിട്ട് നിക്കണം. നീ വേണ്ട എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും അവളെ ഇവിടെ കയറ്റാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പൊ നന്ദിനി അങ്ങോട്ട് വരുന്നു. ആരും ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോഴത്തേനും മുത്തശ്ശി പറയും, എനിക്ക് ആഹാരം ഒന്നും വേണ്ട, എല്ലാവരുടെയും വയറെന്താണ്, ഇത് കേട്ട് ഇന്ന് എന്താണ് നിറഞ്ഞിരിക്കുമല്ലേ, ഇതെല്ലാം കണ്ടെന്ന് പറയും. അത് പറ്റത്തില്ല, അമ്മയും അച്ഛനും ഒക്കെ ആഹാരം കഴിച്ചേ എന്താണ് ഒക്കത്തോളെന്ന് പറയും. അർത്ഥം പറയും, എനിക്ക് ആഹാരം ഒന്നും എനിക്ക് വേണ്ട, എല്ലാവർക്കും വേണ്ട എന്നാ പറയുന്നത്, എല്ലാവർക്കും വേണ്ട, നമ്മളിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തനയിലാണ് അവര്. പിന്നെ കാണിക്കുന്നത് എന്താണ്, നമ്മുടെ നന്ദിനി എന്താണ് മൈഥിലിയുടെ മുറിയിലോട്ട് കയറി പോകുന്നുണ്ട്. ഭക്ഷണം എന്താണ് അടച്ചു വെച്ച് അവിടെ കൊണ്ടുവന്ന് അവൾക്ക് എന്താണ് കൊടുക്കുവാണ് ചെയ്യുന്നത്. പറയുന്നുണ്ട്, ഇവിടെ ഈ ചമ്പകമംഗലത്ത് ആര് വന്നാലും രാത്രി ഏത് അഗതി വന്നാലും പട്ടിണി കിടത്താറില്ല ഞങ്ങള്. അതുകൊണ്ട് അതിന്റെ ഒരൊറ്റ പേരിൽ എന്താണ് ആഹാരം കൊണ്ടുവച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ട് നന്ദിനി ഇങ്ങനെ ഇറങ്ങുവാണ്. ഇറങ്ങാൻ നേരത്ത് ദേവമ്മേ എന്ന് വിളിക്കും. ദേവമ്മയ്ക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റത്തില്ലേ ദേവമ്മേ, ഞാനിവിടെ വരണമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല, എന്നെ കാർത്തിക് കൊണ്ടുവന്നതാണെന്ന് പറയും. നിന്നോട് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും, പ്രസവിച്ച കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് പോയെ നിന്നോട് എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും? നീ കാർത്തികിന്റെയും മീനാക്ഷിയുടെയും ജീവിതത്തിലേക്ക് എന്താണ് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയുമ്പോഴത്തേന് ഇവള് വന്ന കുനിഞ്ഞതാണ് നന്ദിനി അമ്മയുടെ കാലിലോട്ട് എന്തുവാണ് വീഴുക. ദൈവമേ എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞ് കാലി വീഴുന്നു. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.